വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്കിന്നത് ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ടോട്ടലി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിന്റെ പ്രീവിയസ് ഡേയുടെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സോ എവിടെ വരെ പോകും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ലെവൽ വരെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു FEG ഫില്ല് ചെയ്യാനുണ്ട്, അവിടേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോയി ഈ ഒരു ഹൈയിനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 103,506 ആൻഡ് 104,050. അടുത്തത് 104,785 ആൻഡ് 105,451. അടുത്തത് 106,281 ആൻഡ് 106,948. ഇത്രയാണ് സപ്പോർട്ട് ഏരിയാസ്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയാസിലേക്ക് പോവാം. 108,362 ആൻഡ് 109,029. അടുത്തത് 109,777 ആൻഡ് 110,471. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ ഒരു ലെവലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ആ ലെവലിനെ ഒന്നുകൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു FEG ഉള്ളതാണ്. FEG ഓൾറെഡി എടുത്തതാണ്, എന്നിരുന്നാലും അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്ത് ഒരുപക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി. ഒരുപക്ഷെ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലാണ് മെയിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നിന്നും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി കൺഫർമേഷൻ എടുത്താൽ ഈ റെസിസ്റ്റൻസിലേക്ക് എത്താം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ റെസിസ്റ്റൻസിലേക്ക് തന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ താഴോട്ടേക്ക് ഇവിടേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചു നേരം നിന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്നൊരു കൺഫർമേഷനോട് കൂടിയിട്ട് ഒരുപക്ഷെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ്. ഈ ഒരു ഏരിയയുടെയും പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നിട്ടുണ്ട്. പല തവണ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം സപ്ലൈ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു സപ്ലൈ നടന്നൊരു ലെവലുണ്ട്. ആ ലെവലൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ നിന്നൊക്കെ റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവലിനെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് അതിന്റെ പ്രൈസും ഒന്ന് നോട്ട് ചെയ്യാം. 109,427 ആണ്. ഒരുപക്ഷെ അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ ഇതാണ് ബൈ എൻട്രി എന്ന് പറയുന്നത്. സെൽ എൻട്രി ഒക്കെ ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇവിടേക്ക് എല്ലായിടത്തേക്കും മാർക്ക് ചെയ്ത എല്ലാ ഏരിയയിലേക്കും എത്തുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തിട്ട് എടുക്കാവുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇതിന്റെ താഴെ ഈ റേഞ്ചിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ലെവൽ വരെ, ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ ആണ് പ്രധാനം. മാർക്കറ്റ് കൺഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകും. അതുപോലെ തന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് കൺഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. സോ ഈ വരച്ചിട്ടിരിക്കുന്ന എല്ലാ ഏരിയാസിലേക്കും മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ
അത് ബ്രേക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സൽ കിട്ടും എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആദ്യമേ കൺഫർമേഷൻ നോക്കുക. കൺഫർമേഷൻ നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അത് രണ്ട് സൈഡിലേക്കും കൺഫർമേഷൻ നോക്കുക. ഒരു വൺ സൈഡ് മാത്രമായിട്ട് ഒരിക്കലും നിൽക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.